ഏട്ടാ അതിനെ ഗ്രിപ്പാക്കി ഹാൻഡ് ബാഗ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഗ്രിപ്പില്ല എംടിൻ്റെ ഇനി മാപ്സറിന് സെറ്റാക്കണം. അപ്പോൾ ത്രെഡ് ഇല്ലാത്തതുകൊണ്ട് ബ്ലേഡ് വെച്ചിട്ട് നമ്മനെ ചെറിയ ത്രെഡാക്കി വെക്കുന്നുണ്ട്. ഇതിലപ്പോൾ എംടിൻ്റെ ഹാൻഡ് ബാഗ് സെറ്റാക്കിയിട്ടുണ്ട്, ഫിറ്റാക്കി കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇങ്ങനൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ ഇതിലൊന്നും ഹോളൊന്നുമില്ല, സ്വിച്ചെല്ലാം കറക്റ്റായിട്ട് നിൽക്കേണ്ട. എംടിൻ്റെ വേറെ തന്നെയാണോ അല്ലെങ്കിൽ ഇതിലൊന്നും വരാത്തയാണോ ഒന്നും അറിയില്ല. ഒറിജിനൽ സ്പെയറിനാണ് എടുത്തിട്ട് വന്നത്. അതിന് ഹോളടിക്കുന്നുണ്ട്. ഹോളടിച്ചിട്ട് അവിടെ സ്വിച്ച് ഫിറ്റാവും. സ്വിച്ചിന് അവിടെ ഹോളിൽ കയറി നല്ല കറക്റ്റ് നിൽക്കും, അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ട് നിൽക്കും. അതുണ്ട്. ഇതിലിപ്പോൾ ബ്രംബോൻ്റെ ഹൈഡ്രോളിക് ബ്രേക്കും ക്ലച്ചെല്ലാം കയറ്റുന്നുണ്ട്, പിന്നെ ക്വിക്ക് ത്രോട്ടിലും. അപ്പോൾ അതിൻ്റെ ഒപ്പം ഹാൻഡ് ബാർ മാറ്റാൻ പറഞ്ഞിട്ട് ഇതാക്കുന്ന എംടിൻ്റെ ഹാൻഡ് ബാർ കയറ്റുന്നത്. അവിടെ ക്ലച്ച് ഫിറ്റാക്കുന്നുണ്ട്, ക്ലച്ചിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ക്ലച്ചും ആക്സിലേറ്ററും ലിവറെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് കാണുന്നത്. സ്വിച്ച് അവിടെ ഫിറ്റാക്കൽ, സ്വിച്ച് വെക്കാൻ സ്ഥലമില്ല. സ്വിച്ച് അല്ലെങ്കിൽ ഇപ്പുറം വെക്കേണ്ടി വരും. അതുകൊണ്ട് ക്യൂബ് ത്രോട്ടിൽ ഒഴിവാക്കാമെന്ന് വിചാരിച്ച് സ്വിച്ച് വെക്കാൻ ആൾ അങ്ങനെ നോക്കിയിട്ടാണില്ല. സ്വിച്ച് ഇപ്പുറം വെച്ചാൽ ഭയങ്കര ബോറാവും, അതുകൊണ്ട് ത്രോട്ടിൽ ഒഴിവാക്കി. ബ്രംബോൻ്റെ ഓയിൽ ടാങ്കിൽ വെള്ളമല്ല ഓയിൽ വെച്ചിട്ടുള്ള സെറ്റാണ്. ഇത് പ്രസ്സാക്കി അതിൻ്റെ ഉള്ളിൽ തയ്യാറെല്ലാം കളയുന്ന വന്ന്. ക്യൂബ് ത്രോട്ടിലാണ് മാറ്റിയിട്ട് നമ്മൾ സാധാരണ ആക്സിലേറ്ററിനെ തന്നെ കയറ്റി എന്നിട്ട് അതിലൊരു കവർ ഇട്ടു, യെല്ലോ കളർ വണ്ടിക്ക് മാച്ചുമായി. അത്യാവശ്യം നല്ല ലുക്കുണ്ട്. എന്നിട്ട് ഞാൻ തന്നെ ഫിറ്റാക്കി എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ബ്രംബോൻ്റെ ബ്രേക്ക് സിസ്റ്റം എല്ലാം കയറ്റി എംടിൻ്റെ ഹാൻഡ് ബാർ കയറ്റിയിട്ട് കുറച്ച് സ്പോട്ടി ആയിട്ടുണ്ട്. കുറച്ച് മുമ്പോട്ടൊന്ന് ചാഞ്ഞിരിക്കണം, അതല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ബ്രേക്കിംഗ് ഫീൽഡ് നല്ലതുണ്ട്, അത്യാവശ്യം ലുക്കും ഉണ്ട്. ബാറിൻ്റെ മിററും വെച്ചിട്ടുണ്ട്, അപ്പോൾ കുറച്ച് നല്ല ലുക്കുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.